നമസ്കാരം. ഞാൻ സൈന്ധവിയാണ്. ഇപ്പോൾ വന്ന വീഡിയോസിൻ്റെ കുറച്ച് അപ്ഡേഷൻ, അതായത് കഴിഞ്ഞ വീക്കെൻഡിൽ നടന്ന കുറച്ച് അപ്ഡേഷനും പിന്നെ എന്താ പറയുക, നമ്മൾക്ക് തൃപ്തികരമാവാത്ത പോയ ചില കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. അതാണ് കേട്ടോ. കാരണം ഫസ്റ്റ് പറയാനുള്ളത് എനിക്ക് ബിന്നിയോടും അതുപോലെ ഒനിയലിനോടെയും പിന്നെ അതുപോലെ സാബുമോൻ്റെ കൂടെയും പിന്നെ അഭിലാഷിൻ്റെ കൂടെയാണ്. ഇവർക്കൊന്നും പറ്റുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇവർക്കിടയിൽ. കാരണം കഴിഞ്ഞ ആ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. കാരണം നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കിയ പോലെ എനിക്കൊരു ഫീല് വന്ന്. കാരണം ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനുള്ളിൽ അതൊരു സംസാരിച്ച് ഒത്തീർപ്പാക്കി ഇത് മീഡിയയുടെ മുമ്പിൽ കൊണ്ടുവരാത്ത രീതി സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീലായത്. കാരണം വേറൊന്നും കൊണ്ടല്ല, കാരണം ആ ഒരു നമ്മളെ ആരൊക്കെ ആ ഇതെന്താ ഇവരെന്താ ഇത് പറയാൻ പോകുന്നേ എന്നില്ലെങ്കിൽ ഇവരെന്താ ഇത് കാണിക്കാൻ പോകുന്നേ എന്ന് നമ്മളെല്ലാവരും ആകാംക്ഷയോട് കണ്ടുകൊണ്ടിരുന്ന ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ്. പക്ഷേ ആ 2 ദിവസങ്ങളിൽ ലാലേട്ടൻ ഇതിനെക്കുറിച്ചൊരു രീതി സംസാരിക്കുക, ഒരു ക്ലൂ പോലും തരിക പോലും ചെയ്തില്ല. ലാലേട്ടൻ വന്ന് പഴയതുപോലെ തന്നെ സംസാരിച്ച് തിരിച്ച് ലാലേട്ടൻ പോയി. പിന്നെ നമുക്ക് അവരുടെ ഓരോ ആൾക്കാരുടെ രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. പക്ഷേ ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഇതിനെക്കുറിച്ച് ചർച്ചകളും കാര്യങ്ങളും ലാലേട്ടൻ ഒന്നെങ്കിൽ അതിനുള്ളിൽ വരികയോ ഇല്ലെങ്കിൽ ലാലേട്ടൻ അവരുടെ അടുത്ത് വന്ന് പേഴ്സണലി അല്ലെങ്കിൽ സ്ക്രീനിൽ കൂടെ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ പറയാം. കാരണം ഇതൊരു മനുഷ്യനെ 2 പേരെ ആയാലും സമൂഹത്തിന് മുമ്പിൽ അത് ബാഡ് ഇംപ്രഷൻ കൊണ്ടുവരുന്നൊരു കേസായതുകൊണ്ട് ഇത് അതിനുള്ളിൽ തന്നെ പറഞ്ഞ് ഒത്തീർപ്പാക്കിയ രീതിയിലാണ് എനിക്ക് ഫീലായത്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഡ്രാമയാണ് നടന്നത്. അത് നമ്മളാരും മനസ്സിലാക്കിയില്ല. വലിയൊരു ഡ്രാമയാണ് നടന്നത്. അതുപോലെ തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വീക്കെൻഡിൽ 2 പേർക്കാണ് 3 പേർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കുറവായിരുന്നു. അതിൽ ഈ പ്രാവശ്യം നമ്മൾ എന്തൊക്കെ ആയാലും ഈ പ്രശ്നം കൊണ്ട് നെവിനെ പുറത്ത് പോകത്തില്ലെന്നറിയാം. പക്ഷേ അത് പോകേണ്ടവർ 2 പേരായിരുന്നു. ഒന്ന് നമ്മുടെ റന ബാത്തിയും ഒന്ന് ആര്യനുമായിരുന്നു. പക്ഷേ ആര്യനെ അവർ സേഫ് ചെയ്തു, അതുപോലെ നെവിനെയും ചെയ്തു. എന്ത് ആവശ്യത്തിനാണ് ഇതൊക്കെ നടത്തുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളെ പ്രേക്ഷകരെ പൊട്ടരാക്കുന്ന മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം എന്താ പറയുക, എന്നിരുന്നാലും ഏത് കാര്യത്തിലായാലും ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തികളാണ് ബെന്നിയും അതുപോലെ ഒനിയലും അതുപോലെ സാബുമോനും പിന്നെ അഭിലാഷും. ഈ കാര്യം തന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇവർക്ക് ആർക്കും പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോവുക, ഇല്ലെങ്കിൽ മാന്യമായിട്ട് അവിടെ നിന്ന് കളിക്കുക. അവർക്ക് 2 പേർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇവർക്കുള്ളത്. അതിനെ പറയാതിരിക്കാൻ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് ഇവർ 4 പേര് ആരെങ്കിലും ഒരാളെയൊക്കെ അവിടുന്ന് ഔട്ടാക്കിയാലേ ഈ ഒരു ഗ്രൂപ്പീസ് അവിടെ നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് വീണ്ടും പല രീതിയിൽ തുറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് പറയുക. അടുത്തൊരു വീഡിയോ ഉടനെ വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.